അങ്ങനെ ബുർക്കിന ഫാസോയ്ക്ക് ശേഷം ആഫ്രിക്കയുടെ മണ്ണിൽ നിന്നും ഫ്രഞ്ച് ആധിപത്യം അവസാനിപ്പിച്ച് വെള്ളപ്പട്ടാളത്തെ വിമാനം കയറ്റി അയച്ചിരിക്കുകയാണ് സെനഗൽ എന്ന ആഫ്രിക്കൻ രാജ്യവും. നീണ്ട സമ്മർദ്ദങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമൊടുവിൽ സെനഗലിലെ അവസാനത്തെ 2 സൈനിക താവളങ്ങളിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഫ്രാൻസ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സെനഗലിൻ്റെ 60 വർഷത്തിലേറെ നിലനിന്നിരുന്ന ഫ്രഞ്ച് സൈനിക സാന്നിധ്യം ഇതോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പാരീസുമായുള്ള സൈനിക ബന്ധം വിച്ഛേദിക്കാനും പൂർണ്ണ സുരക്ഷാ പരമാധികാരം ഉറപ്പാക്കാനും നിരന്തരമായി ആ രാജ്യം നടത്തിയ കടുത്ത സമ്മർദ്ദങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമൊടുവിലാണ് ഗത്യന്തരമില്ലാതെ ഫ്രാൻസിൻ്റെ പിന്മാറ്റം ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ആഫ്രിക്കയുടെ നമ്മുടെ മണ്ണിൽ നിന്നാണ് സ്വർണവും ഇരുമ്പും ലിഥിയവും മാർബിളുമെല്ലാം കുഴിച്ചെടുക്കുന്നത്. അവിടെ പണിയെടുക്കുന്ന ആഫ്രിക്കക്കാരായ നമ്മൾക്കെന്നും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. എന്നാൽ അവ നിയന്ത്രിക്കുന്ന പാശ്ചാത്യരോ അവർ തടിച്ചു കൊഴുക്കുന്നു, വികസിക്കുന്നു. നമ്മൾ വികസനവും വികാസവുമില്ലാതെ ഇന്നും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പടുകുഴിയിൽ തന്നെ നിൽക്കുന്നു. ഈ അവസ്ഥക്ക് മാറ്റം വരണ്ടേ എന്ന ഇബ്രാഹിം ട്രോറയുടെ ചോദ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ്. ഫ്രാൻസുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്ന ചർച്ചകൾക്ക് സെനഗലിൽ വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോൾ ആഫ്രിക്കൻ വികാരം പാശ്ചാത്യ വിരുദ്ധ മനോഭാവത്തോടെ ഉള്ളതാണ് എന്നതാണ് കൂടുതൽ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടക്കുകയും നിസ്സഹകരണങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവിടങ്ങളിൽ എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സെനഗലിൽ നിന്നുമുള്ള ഈ വാർത്ത. നേരത്തെ ഐവറി കോസ്റ്റ്, ചാഡ്, ബുർക്കിന ഫാസോ തുടങ്ങിയ രാജ്യങ്ങളിലുമെല്ലാമുള്ള സൈനിക ക്യാമ്പുകൾ ആ രാജ്യങ്ങൾക്ക് വിട്ടു നൽകിക്കൊണ്ട് ഫ്രാൻസ് അവിടെ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുക ചെയ്തിരുന്നു. വ്യാഴാഴ്ച സെനഗലിലെയും ഫ്രാൻസിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങിൽ ഫ്രഞ്ച് സൈന്യം സെനഗലിലെ ഏറ്റവും വലിയ താവളമായ ക്യാമ്പ് ഗെയിലും ഡാക്കർ വിമാനത്താവളത്തിലെ ഒരു വ്യോമത്താവളവും സെനഗൽ അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഏകദേശം 350 ഫ്രഞ്ച് സൈനികരുടെ 3 മാസത്തെ പിൻവാങ്ങലിൻ്റെ പൂർത്തീകരണമായിരുന്നു ഈ ചടങ്ങ്. സൗകര്യങ്ങൾ കൈമാറുന്നതായും ഫ്രഞ്ച് എലമെൻറ്റ് ഓഫ് സെനഗൽ അഥവാ EFS പിരിച്ചുവിടുന്നതും പാരീസിൻ്റെയും അതിൻ്റെ മുൻ കോളനികളുടെയും പ്രതിരോധ പങ്കാളിത്തം പുതിയ ഒരു ഫോർമാറ്റിൽ തുടരുവാനുള്ള പദ്ധതികൾ തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നും ആ പദ്ധതികളിലൂടെ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകുമെന്നും ചടങ്ങിൽ ഫ്രഞ്ച് സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കി. കോളനിവൽക്കരണങ്ങൾ അവസാനിപ്പിച്ച പ്രഖ്യാപനങ്ങൾ വന്നിരുന്നുവെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിക്കതിലും ഫ്രാൻസും പോർച്ചുഗീസും ഇറ്റലിയുമെല്ലാം ഇപ്പോഴും സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. ആഫ്രിക്കൻ മണ്ണിൽ കണ്ണുവെക്കുന്ന ഇവർ ഭീകരവാദ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇവിടങ്ങളിലേക്ക് കടന്നു വരികയും കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തതായും കാണാം. ഫ്രാൻസിന്റെ കോളനികളായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ തന്നെ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ കൂടിയാണ് ഇത് എന്നത് ഓർക്കണം. ഇതിൻ്റെ മറവിലാണ് കൊളോണിയൽ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള കീഴ്പ്പെടുത്തലും അധീനപ്പെടുത്തലും നടന്നു വന്നത്. എന്നാൽ വർഷങ്ങൾ നീണ്ട അധീശപ്പെടുത്തൽ ഇന്നും പല രാജ്യങ്ങളിലും ഫ്രാൻസ് തുടർന്നു വരുമ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് കടക്കാൻ വെമ്പൽ കൊള്ളുന്ന രാജ്യങ്ങളുടെ സ്വതന്ത്ര ഭരണകൂടമാകുവാനുള്ള ശ്രമങ്ങൾ മറ്റു രാജ്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വരും ദിവസങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവശേഷിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പുറത്തു കടക്കേണ്ടി വരും. Waytonikah.com, the exclusive Muslim matrimonial site.